ഞാൻ ദിനേശ് സൗപർണിക. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ കാർഷിക ഗ്രൂപ്പിലെ അംഗവും, അതായത് സീനിയർ അംഗമാണ്, വളരെ കാലമായിട്ടുള്ള അംഗമാണ്. അദ്ദേഹത്തിന്റെ കുറെ കാർഷിക സംരംഭങ്ങളുണ്ട്. അതിൽ ഒരു പുതിയൊരു സംരംഭം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി തുടങ്ങിയതാണ് ഈ റീമാസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം നമ്മളെ കർഷക സുഹൃത്തുക്കൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടി ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്കൊന്ന് പോയി നോക്കാം. പോസ്റ്റ് ചെയ്തോ സാർ? ഇത് കട്ട് ചെയ്തോ? ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞു, റീമ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇതാണ് നമ്മളുടെ സുഹൃത്ത് ഷിഹാബ്. പിന്നെ രണ്ടാൾക്കാരും കൂടി ഉണ്ട്, നമുക്ക് അവരൊക്കെ പരിചയപ്പെടാം. ഷിഹാബിന്റെ കുറെ സംരംഭങ്ങളുണ്ട്, കാർഷിക പരമായിട്ടുള്ള കുറെ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇപ്പൊ പുതിയ സംരംഭത്തെ കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം. ഈ നിങ്ങളിപ്പോ ഇത് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഞങ്ങളിപ്പോ 29-ാം തീയതി തുടങ്ങി. 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസം തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഓരോ ഫ്ലവർ ഷോപ്പും ജസ്റ്റ് ഒരു കോണിക്കോട്ടിന്റെ ഉള്ളില് ഒരു ചെറിയ ടേബിൾ ഒരു ചെറിയൊരു സ്പേസിൽ കുറച്ച് സാധനങ്ങൾ എവിടെയെങ്കിലും ഇറക്കുക, നല്ലൊരു പരിപാടിക്ക് ഉപയോഗിക്കുന്നു. അങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്നില്ല. അതായത് പുറത്തുനിന്ന് കുറച്ച് ചെടി വാങ്ങി കൊണ്ടുവയ്ക്കുക, അത് കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രം. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? കേരളത്തിലും പുറത്തുള്ള കർഷക സുഹൃത്തുക്കൾ അടുത്ത് പോയിട്ട് നേരിട്ട് അവിടെ നിന്ന് വാങ്ങുക, അവരെ കൊണ്ട് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച് അവരുടെ സാധനങ്ങൾ ഇവര് നേരിട്ട് കൊണ്ടുവന്നിട്ട് വിൽക്കണം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ സിസ്റ്റത്തിൽ, ഈ നെറ്റ്വർക്കിൽ കേരളത്തിന്റെ ഉള്ളിലും പുറത്തുള്ള ധാരാളം ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഈ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഒരു എക്സ്ട്രാ വരുമാനം, അവർക്ക് ഒന്നും കൂടി ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് പറ്റില്ല. മാർക്കറ്റിൽ പോവാതെ ഒരിക്കലും ക്യാഷ് ക്രെഡിറ്റ് ആവാതെ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് അവരെടുത്ത് സാധനങ്ങൾ എടുത്ത് നിങ്ങൾ ചെയ്യണം. അപ്പൊ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു നയം തന്നെയാണ് അതിലുള്ളത് കേട്ടോ. ചേട്ടന്റെ പേര്? രാജീവ് എന്നുള്ള ചേട്ടനാണ്. രാജീവ് എന്നുള്ള ചേട്ടൻ ഒരു ബൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ഭംഗിയുള്ള ബൊക്കെ. അതായത് ഈ ബൊക്കെ ഇവിടെ ലൈവായിട്ട് ഇവർ ചെയ്തു വിടുമ്പോൾ അധികം പുറത്തുള്ളതിനെക്കാട്ടും കുറച്ച് കോസ്റ്റ് കുറയുന്ന, അതെ, ഇലകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പ്ലാസ്റ്റിക് സാധനങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ റേറ്റിലും നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഒരു പ്രകൃതിക്ക് ഗുണകരമായ ഒരു കാര്യം എന്നുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ മെസഞ്ചിയാന എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. മെസഞ്ചിയാന എന്നുള്ള പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആട്ടോ. അപ്പൊ ഇതും ഇവിടെ നമുക്ക് കർഷകർക്ക് കൃഷി ചെയ്യാം. മെസഞ്ചിയാന പ്ലാന്റ് നമുക്ക് ബൊക്കെ അറേഞ്ച്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട. ഇവിടെ കണ്ട മറ്റൊരു സാധനം ഒരു മിഠായിയുടെ, കുട്ടികൾ കൊണ്ടുവന്നതിന്റെ കുട്ടികൾ എടുത്തു കൊണ്ടുപോകുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ മിഠായിയുടെ ഒരു എന്താ പറയാ ബൊക്കയോട് കൂടിയിട്ടുള്ള ഒരു സംവിധാന ഗിഫ്റ്റ് ആണ് ഇത്. എന്താണ്, കല്യാണത്തിനൊക്കെ ഫംഗ്ഷനുകൾക്ക്, അതായത് മോതിരം മാറ്റം, വീട് കാഴ്ച, പിന്നെ മിഠായി കൊടുക്കുക എന്നുള്ള ചടങ്ങിന്, അല്ലെ? അപ്പോ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് മിഠായി ഒക്കെ, ഇപ്പൊ മിഠായി സ്നിക്കേഴ്സ് ഉണ്ട്, പിന്നെന്താ വേറെന്ത്, സഫാരി എന്നുള്ള ചോക്ലേറ്റ്, ഇവിടെ വേറെന്തോ ഗാലക്സി ചോക്ലേറ്റ്. ഓറഞ്ച് റൂമാണ്. ബ്ലൂ സ്റ്റാർ കമ്പനിയുടെ AC ആണ് ഇതില്, പവർ AC ആണ്. ഇപ്പൊ ഇതില് 18 ഡിഗ്രി 16 ഡിഗ്രിയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നോർമലി ഇപ്പൊ അവർ പറയുന്നത് ഊട്ടിയിലെ കാലാവസ്ഥ ഫ്ലവർ കൂടുതൽ ലൈഫ് കിട്ടുന്ന ആയതുകൊണ്ട് ആ ടെമ്പറേച്ചർ ഏകദേശം 16-18 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്ത് വെച്ച്. നമുക്ക് ആ കോൾഡ് സ്റ്റോറേജ് ഒന്ന് കാണാം. ഈ കോൾഡ് സ്റ്റോറേജില് ഇവര് ഈ വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എല്ലാതരം ഫ്ലവറുകളും നന്നായിട്ട് അവര് ബൊക്കെ പോലെയൊക്കെ അലങ്കരിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആള് അവിടെ മെസഞ്ചിയാന പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെസഞ്ചിയാന ലീഫ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാതരം ലീഫുകളും, കട്ട് ലീഫുകള്, ഫ്ലവേഴ്സ്, ഇപ്പൊ റോസ് പോലത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇപ്പൊ ഞാൻ നോർമലായിട്ടൊന്ന് പറഞ്ഞു തന്നുള്ളൂ. അതിന്റെ പേരും ഇതൊക്കെ ആളോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, അതിന്റെ പേരൊക്കെ ഒന്ന് കുറച്ചൊന്ന് നമ്മൾ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അറിയുന്ന സാധനങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇത് ഗ്ലാഡിയോലസ് ജാസ്മിൻ. ഇത് മുല്ല പാക്ക് ചെയ്തതാണ്. മുല്ല പാക്ക് ചെയ്തത് ഇത് മൊട്ടാണോ? ഇത് മൊട്ടാണ്. പിന്നെ കോർത്ത മുല്ല ഉണ്ട്. മുല്ല മാല കോർത്തിട്ട്, അതായത് മാല എടുക്കണ്ട, മുല്ല മാല കോർത്തിട്ട് പിന്നെ അതിലേക്ക് കോൾഡ് സ്റ്റോറേജിൽ വെച്ചതാണ് കേട്ടോ.
ഫ്രഷ് ആയിട്ട് ഇത് കണ്ടോ, മുല്ലപ്പൂവ് മാല പോലെ കോർത്തതിന്റെ ശേഷം പ്ലാസ്റ്റിക് പാക്കിൽ, അതായത് എയർ ടൈറ്റ് പാക്കിൽ വെച്ചിട്ട് അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ച്, അപ്പൊ നമുക്ക് കല്യാണത്തിന്റെ ദിവസം നമ്മൾക്ക് യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കർഷകർക്ക് ഈ സ്ഥാപനം കൊണ്ട് റീമ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഈ എത്ര ആളുടെ ഫ്ലവേഴ്സിന്റെ 4 പാർട്ട്ണർമാരാണുള്ളത്. ആ 4 പാർട്ട്ണർമാരും കൂടിയിട്ടുള്ള ഈ സംരംഭം വിജയിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തം തന്നെ. കാരണം എന്താ അറിയോ, ഇത് കർഷകരുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് അവര് ഫ്ലവർ അല്ലെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ സാധനങ്ങളൊക്കെ കർഷകരുടെ അടുത്ത് നിന്ന് എടുക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ കർഷകർക്ക് ഗുണമാവും, അല്ലെങ്കിൽ നമ്മളെ കാർഷിക ഇപ്പൊ ഓപ്പൺ അഗ്രികൾച്ചർ ടീം എന്നുള്ളതിലെ ഏറ്റവും സീനിയർ മെമ്പറാണ് ഇദ്ദേഹം. അപ്പൊ ഇവര് കർഷകരായിട്ട് ക്ഷീരകർഷകരാണ്, നെൽകർഷകരാണ്, പച്ചക്കറി കൃഷിയുണ്ട്, പൂക്കൃഷിയുണ്ട്. മറ്റുള്ളവർക്ക് എങ്ങനെ ഗുണമാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെയുള്ള കുറെ ഫ്ലവേഴ്സ് എപ്പോഴും ആളുകൾ കാണുന്ന ലീഫുകളാണ്, പൂക്കളായാലും. അപ്പൊ എന്തൊക്കെ ലീഫുകൾ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ, അതായത് ഷിഹാബ് ഉൾപ്പെടെയുള്ള ഈ കർഷക ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഏത് ചെടി അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം അവർ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടെത്തന്നാൽ നിങ്ങൾ സ്വീകരിക്കുക. അതായത് കർഷകർക്ക് എക്സ്ട്രാ ഒരു വരുമാനം കിട്ടുന്ന, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോ കൃഷിക്കാരെന്ന ലെവലിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു സാധനം ഉണ്ടാക്കാനല്ല പ്രയാസം, മാർക്കറ്റ് വിപണനാണ് ഏറ്റവും വലിയ പ്രയാസം. നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റിലെ ആളുകൾ അത് ഏറ്റവും ലോ ലെവലിൽ നമ്മളെ ചടപ്പിച്ചിട്ടാണ് എടുക്കും. അതായത് ഏറ്റവും കുറച്ചിട്ടേ പറയുള്ളൂ. അതിന്റെ അനുഭവം വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇപ്പൊ ഇവിടെ കണ്ട എല്ലാ ഫ്ലവേഴ്സും അല്ലെങ്കിൽ ലീഫും ആര് ചെയ്യുകയാണെങ്കിലും നമ്മൾ നല്ലൊരു വിലയിൽ നമ്മൾ ബൈബാക്ക് എടുക്കാൻ നമ്മൾ റെഡിയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഉണ്ടാകുന്നത് ഈ മെസഞ്ചിയാന, സോങ് ഓഫ് ഇന്ത്യ, ജമൈക്ക, മോൺസ്ട്ര അങ്ങനത്തെ ലീഫുകളാണ്. മോൺസ്ട്ര ചെറുതാണ്, ഒരടി വലിപ്പമുള്ള ലീഫുകളെ നമുക്ക് വൈൽഡ് മോൺസ്ട്ര അല്ല, നമ്മൾ ഇതേ പ്ലാന്റ് നമ്മൾ ഓരോ പ്ലാന്റുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. മെസഞ്ചിയാന്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് വേണം. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി. റസീനിന്റെ റെഡ് വേണം, മെസഞ്ചിയാന്റെ ഗ്രീൻ വേണം. അത് നമുക്ക് ആര് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഡ്രസീന മെസഞ്ചിയാന എന്ന് പറഞ്ഞ ഈ ലെങ്ത് ലീഫ് നമ്മളുടെ കർഷകർ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കണ്ടീഷൻസ് ഉണ്ട്. അതിന് പൊട്ടാത്ത നീളം, വളക്കെട്ട് അത്യാവശ്യം വളമൊക്കെ കൊടുക്കുക. ഒഴിഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണെങ്കിൽ വെറുതെ കുഴിച്ചിട്ടാൽ മതി. അതിന്റെ ഓലയും തെങ്ങിന്റെ സാധനങ്ങളൊന്നും ഇടാതെ നോക്കണം. വളം ഇട്ട് കൊടുത്തിട്ട് ഇംഗ്ലീഷ് ഇതേപോലെ വർക്ക് ചെയ്യാൻ പറ്റൂല. ഫ്ലെക്സിബിലിറ്റി കുറയും അല്ലെ. അപ്പൊ ജൈവ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത് വലിയൊരു അറിവാണ് കേട്ടോ. ജൈവ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്ര സാധനങ്ങൾ ചെയ്താൽ നമ്മളെ ഗ്രൂപ്പിലെ ആള് തന്നെയാണ് ഇവര് തന്നെ എടുക്കും. ഇവര് ഇവിടെ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് കേട്ടോ. ഇവര് വിദേശ രാജ്യങ്ങളിലേക്ക്, ദുബായ്, സൗദി അറേബ്യ പോലെ രാജ്യങ്ങളിലേക്കൊക്കെ ഈ മാലകള്, ബൊക്കെ മാലകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്ഥിരമായി കൊച്ചി എയർപോർട്ടിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു ടീം കൂടിയാണ്. ഇവർക്ക് കേരളത്തില് വണ്ടൂര്, നിലമ്പൂര്, പിന്നെ നമ്മളെ കർണാടക ഭാഗത്തൊക്കെ കർഷകരെ കൊണ്ട് ഇവര് ഗ്രൂപ്പായിട്ട് ഫാമിംഗ് ചെയ്തിട്ടാണ് ഈ ഇലകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാതെ വരുന്നതായതുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടില് കല്യാണോ അല്ലെങ്കിൽ പിറന്നാളോ മറ്റേ എൻഗേജ്മെന്റോ മറ്റെന്തെങ്കിലും ഷോപ്പിന്റെ ഉദ്ഘാടനമോ ഫംഗ്ഷനോ എന്തുണ്ടെങ്കിലും ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മനോഹരമായിട്ട് ഇവര് ബൊക്കകളും വാഹനങ്ങളും ഒക്കെ അലങ്കരിച്ചു തരും. അതും കുറഞ്ഞ നിരക്കിലാണ്. കാരണം എന്താ വെച്ചാൽ ഇവര് നേരിട്ടാണ് ഈ ഫ്ലവർ, ഇവര് കൃഷി ചെയ്യുന്ന ഫ്ലവർ അല്ലെങ്കിൽ ലീഫുകളാണ് ഇവർ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ റീമാസ് ഫ്ലവേഴ്സ് നമ്മൾ തൽക്കാലം ഇറങ്ങുകയാണ്.